പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് നവംബർ 15 തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ
തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ആമേൻ. ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 24:5-6. അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ഏത് സ്ത്രീയാണെന്നറിയാലേ ഇത്? അതായത് എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് തൻ്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ്. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഈ ഭൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോകുന്ന സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ഭൃത്യനോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ അങ്ങോട്ട് ഈ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അതായത് പെണ്ണ് കെട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. ഒരു ഉടമ്പടി പ്രകാരമാണ് അബ്രഹാം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാന പ്രകാരം ഇസഹാക്ക് ജനിച്ചു. അപ്പോഴേ ഇനി അവിടെ മുമ്പിലുള്ള ഒരു എബ്രാഹത്തിന് മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സ്ത്രീക്ക് ഭൃത്യൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് വരുത്താത്തതായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഞാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ടുപോകരുത്. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായേ. സാക്ഷ്യം ഒരു 7 കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല. അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടിലും ഒരു മാർഗമേ സ്വീകരിക്കാവൂ. ഒന്നെങ്കിൽ നിങ്ങൾ മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുക, ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക. ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ? ആൾക്കാർ ഈ കാര്യം ചെയ്യണത് മരുന്ന് എടുക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പ്രശ്നം വെച്ചാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. അവിടെ ദൈവം പാതിയും താൻ പാതിയും ഒന്നുമില്ല. അത് ബട്ട് ബൈ ഗ്രേസാണ്, മെറിറ്റ് ഇല്ല അവിടെ. താൻ എന്ന് പറയുന്നത് മെറിറ്റാണല്ലോ അവിടെ, ഉടമ്പടിയിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തത് അവർക്ക്. കാര്യം കരിസ്മാറ്റിക് കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും. ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൃപയ്ക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വം ആർക്ക് പോകും? മരുന്നിന് പോകും. ദൈവം അത് അങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റണത്. അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം തരും. അപ്പോൾ ആ മഹത്വം ആർക്കാണ്? ഇപ്പം നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന അവസ്ഥ എങ്ങനെ അറിയാവോ? അവരിങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യും. ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും. പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല. അതിൻ്റെ കാര്യത്തിൽ അവർ ഒരു 3 മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും,
ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ, അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു. നിൻ്റെ മാർക്കല്ല, അപാര മാർക്കല്ല നിനക്ക്, അത്തരം മാർക്കില്ലല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പം അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിൽക്കണം. അപ്പം നീ അയ്യോപാവിയാണ്, പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കപ്പെടും. അതെനിക്കറിയാവുന്ന കൊണ്ട്, ഈ കുഞ്ഞ് ചേരുവർക്ക് ജനിക്കും എന്ന് എനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഉടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ആ മാസം ഗർഭിണിയായി അവർ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ ആ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഈ ഹെൽത്തി റിലേഷനായി പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ്, അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധിപ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഇടറ് സംഭവിച്ചാലും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് അഭിപ്രായം. അവൻ കെട്ടിയതിലും കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ടുപോകരുത്. എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം? ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം. ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധത നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതാ എടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണിക്കണം. ഓക്കെ, അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.